അർജുനെ കാണാതായിട്ട് മാസം 1 കഴിഞ്ഞു. നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും അർജുനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. സംഭവം നടക്കുമ്പോൾ അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ആയിരുന്നോ അതോ ചായ കുടിക്കാനായി വാഹനം നിർത്തിയ ശേഷം പുറത്തു പോയിരുന്നോ എന്നും വ്യക്തമല്ല. അതിനിടെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ജോലിയിൽ അവർ പ്രവേശിച്ചു. കുടുംബത്തിന് അതൊരു ആശ്വാസം തന്നെയാണെങ്കിലും ഒരു ജോലിയിൽ താൻ കയറുന്നതിൽ ഏറെ സന്തോഷമുണ്ടാകുക അർജുനേട്ടനായിരുന്നേനെ എന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കുമായിരുന്നു രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു. മരങ്ങളും ടവറിൻ്റെ അംശങ്ങളുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ ഒഴുക്ക് കുറഞ്ഞെങ്കിലും അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് മനുഷ്യ സാധ്യമല്ല. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് അറിയുന്നത്. കർണാടകയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് അർജുൻ്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.